റിസൾട്ടുകൾ പരിപൂർണമായും ഡിക്ലെയർ ചെയ്തിട്ടില്ലാത്തൊരു സമയത്താണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത്. പക്ഷേ പ്രധാനപ്പെട്ട ഒരു കാര്യം എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരോട് ഞാൻ പറയട്ടെ. കാരണം ഈ വീഡിയോ എടുക്കുമ്പോൾ ഇപ്പം മനസ്സിലാകുന്ന പ്രകാരം ഏതാണ്ട് 13-ലധികം വരുന്ന മന്ത്രിമാർ പരാജയപ്പെടും എന്നുള്ളത് ഏതാണ്ട് ഉറപ്പായിരിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ കനത്ത തോൽവിയാണ് LDFിലെ മന്ത്രിമാർക്കൊക്കെ തന്നെ ഉണ്ടായിട്ടുള്ളത്. പിണറായി വിജയൻ തന്നെ 19,247 വോട്ടുകൾക്ക് ജയിച്ചുവെങ്കിൽ പോലും കനത്ത വെല്ലുവിളിയാണ് അവിടെ നേരിടേണ്ടി വന്നത്. കഴിഞ്ഞ തവണ അദ്ദേഹം 50,000 വോട്ടുകൾക്കും അതിൻ്റെ തൊട്ട് മുമ്പത്തെ തവണ അദ്ദേഹം 37,000 വോട്ടുകൾക്കും ജയിച്ചതാണ് എന്നുള്ളത് എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ മറന്നു പോകരുത്. ഇനി നമുക്ക് ഓരോ മന്ത്രിമാരും തോറ്റതും ജയിച്ചതും വെച്ച് നോക്കാം. അതിൽ ഏറ്റവും തിളക്കമാർന്ന ഒരു വിജയം നേടിയിട്ടുള്ളത് കെ രാജനാണ്. കെ രാജൻ സ്വന്തം മണ്ഡലമായിട്ടുള്ള ഒല്ലൂരിൽ നിന്നും ജയിച്ചിട്ടുണ്ട് എന്നുള്ളത് നമുക്കറിയാവുന്ന ഒരു കാര്യമാണ്. രണ്ടാമത്തേത് GR അനിലാണ്. GR അനിൽ അവിടെ നിന്ന് ജയിച്ചു എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. കാരണം അത് കുറേ കൂടി സേഫ് ആയിട്ടുള്ളൊരു മണ്ഡലമാണ്. KN ബാലഗോപാൽ ജയിച്ചു എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. പക്ഷേ KN ബാലഗോപാൽ നിരവധി തവണ പുറകിൽ നിന്നതിന് ശേഷം വളരെ സ്ലൈറ്റ് ആയിട്ടുള്ള നേരിയൊരു മാർജിനിലാണ് അദ്ദേഹം ജയിച്ചിട്ടുള്ളത് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം. അതുപോലെ തന്നെ P പ്രസാദ് ചേർത്തലയിൽ നിന്ന് ഏറ്റവും ഒടുവിൽ കുറേ നേരം അദ്ദേഹം പുറകിലായിരുന്നെങ്കിൽ പോലും കഷ്ടിച്ച് രക്ഷപ്പെടുകയാണ് ചെയ്തിട്ടുള്ളത്. പിന്നെ നമുക്കെല്ലാം അറിയുന്നത് പോലെ സജി ചെറിയാൻ അദ്ദേഹം വളരെ അനായാസമായി ജയിച്ചു. ഒരു ഘട്ടത്തിൽ പോലും പുറകിൽ പോയില്ല എന്നുള്ളത് കൂടി യാഥാർത്ഥ്യമാണ്. അദ്ദേഹം വലിയ ജനകീയനായിട്ടുള്ള ഒരാളാണ്. പക്ഷേ എന്നിട്ട് പോലും അദ്ദേഹത്തിൻ്റെ ഭൂരിപക്ഷത്തിനൊക്കെ വലിയ തിരിച്ചടി ഉണ്ടായിട്ടുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതുപോലെ തന്നെ മുഹമ്മദ് റിയാസ് അവിടെ നിന്ന് ജയിച്ചു. മുഹമ്മദ് റിയാസും ഒരു ഘട്ടത്തിൽ പോലും പുറകോട്ട് പോയില്ല. യഥാർത്ഥത്തിൽ കോഴിക്കോടുള്ള 13-ൽ 12-ലും അവിടെ UDF ജയിക്കുമ്പോഴും അവിടെ മുഹമ്മദ് റിയാസ് മാത്രം പിടിച്ചു നിൽക്കുകയും ജയിക്കുകയും ചെയ്തു എന്നുള്ളതും ഒരു ആൻറ്റി പിണറായി വേവ് അദ്ദേഹത്തിനെതിരെ വന്നില്ല എന്നുള്ളതുമൊക്കെ തന്നെ അത്ഭുതപ്പെടുത്തേണ്ട ഒരു കാര്യമാണ്. ഒരുപക്ഷെ അത് PV അൻവർ ആയതുകൊണ്ട് ഉള്ള പ്രത്യേകതകളാണോ എന്നുള്ളത് നമുക്കറിയില്ല. PV അൻവർ ആയതുകൊണ്ട് തന്നെ അദ്ദേഹം ഒരു ചെറിയ തരംഗമുണ്ടായാൽ പോലും അവിടെ നിന്ന് ജയിക്കും എന്ന് വിചാരിച്ചിരുന്ന ഒരാളാണ്. കാരണം അദ്ദേഹം ഇതിനു മുമ്പ് മത്സരിച്ചിട്ടുള്ള സ്ഥലങ്ങളിലൊക്കെ തന്നെ സ്വന്തമായി 10,000-15,000 ഒക്കെ വോട്ട് സമാഹരിക്കാൻ കഴിയുന്ന ഒരാളാണ്. പക്ഷേ അദ്ദേഹവും പരാജയപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇതാണ് ഈ പറയുന്ന ഇതിൽ ജയിച്ചിട്ടുള്ള മിനിസ്റ്റേഴ്സ് എങ്കിൽ തോറ്റ വൻപൻ തോൽവികൾ ഉണ്ടായിട്ടുള്ള മിനിസ്റ്റേഴ്സിൻ്റെ പേരുകൾ കൂടി നമുക്ക് നോക്കാം. അതിലേറ്റവും ആദ്യത്തേത് വീണ ജോർജാണ്. വീണ ജോർജിനെ വലിയ മാർജിനിൽ വലിയ മജോറിറ്റിയിൽ തന്നെ അബിൻ വർക്കി അവിടെ പരാജയപ്പെടുത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. 25,000 വോട്ടിന് മുകളിൽ നേടി ജയിക്കും എന്ന് പറയുന്ന ഒരു അവകാശവാദമാണ് വീണ ജോർജ് ഉന്നയിച്ചത്. പക്ഷേ അത് അവരെ വ്യക്തിപരമായി ഏറ്റവും കൂടുതൽ ആക്രമണം നേരിടുകയും ഏറ്റവും കൂടുതൽ ഒരു മോശം ഇമേജ് ഉണ്ടാവുകയും ചെയ്ത ഒരാളാണ് വീണ ജോർജ്. ആരോഗ്യരംഗമാണ് ഈ സർക്കാരിനെ കുറച്ചുകൂടി കുഴപ്പത്തിലാക്കിയത് എന്നുള്ളതും ഞാൻ വിചാരിക്കുന്നു. രണ്ടാമത് എല്ലാവരും തന്നെ ജയിക്കുമെന്ന് വിചാരിച്ചിരുന്ന ഒരു മിനിസ്റ്റർ എന്ന് പറയുന്നത് VN വാസവനാണ്. ആ കോട്ടയിൽ അദ്ദേഹം സുരക്ഷിതനാണ് ഏറ്റുമാനൂരിലെന്ന് വിചാരിച്ചിരുന്നു. പക്ഷേ അവിടെ DCC പ്രസിഡൻ്റായിട്ടുള്ള നാട്ടകം സുരേഷാണ് മത്സരിച്ചത്. അദ്ദേഹം വലിയ മാർജിനിൽ തന്നെ ഇദ്ദേഹത്തെ പരാജയപ്പെടുത്തിയിരിക്കുന്നു. ഈ മണ്ഡലത്തിലൊരു പ്രത്യേകത കൂടിയുണ്ട്. അവിടെ വളരെ ദുർബലമായ സ്ഥാനാർത്ഥിയെ NDA നിർത്തിയിരിക്കുന്നു. അത് VN വാസവനെ സഹായിക്കാനാണെന്ന് പറഞ്ഞതാണ്. പക്ഷേ സഹായിക്കാനാണെന്ന് പറഞ്ഞതിനൊന്നും ഒരു കാര്യം ഉണ്ടായിട്ടില്ല. യഥാർത്ഥത്തിൽ അത് പാരയാവുകയാണ് ചെയ്തിട്ടുള്ളത്. അത് വലിയ തോതിൽ നാട്ടകം സുരേഷിന് ഈ BJPയുടെ വോട്ടുകൾ കൂടി അല്ലെങ്കിൽ അത്തരത്തിൽ NDAക്ക് സ്വതവേ ഭരണവിരുദ്ധ വികാരം കൊണ്ട് പോകുമായിരുന്ന വോട്ടുകൾ കൂടി പിടിക്കാൻ സഹായിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. പിന്നെ ശിവൻകുട്ടിയാണ്. യഥാർത്ഥത്തിൽ ശിവൻകുട്ടി അല്ലെങ്കിൽ വേറെ ആരെങ്കിലും ആണെങ്കിൽ അവിടെ വോട്ടെണ്ണുന്നതിന് മുമ്പേ തോൽക്കും എന്ന് നമുക്കറിയാവുന്നതാണ്. പക്ഷേ ശിവൻകുട്ടി ആയതുകൊണ്ട് ഒരു ചെറിയ പ്രതീക്ഷ ഉണ്ടായിരുന്നു. പക്ഷേ ആ പ്രതീക്ഷയും അസ്ഥാനത്താക്കിക്കൊണ്ട് രാജീവ് ചന്ദ്രശേഖർ അവിടെ കണ്ടിന്യൂസ്ലി ആ ലീഡ് നിലനിർത്തുകയാണ് ചെയ്തിട്ടുള്ളത്. അദ്ദേഹവും ജയിച്ചു. പക്ഷേ അതിൽ തെറ്റില്ല. കാരണം വളരെ കനത്ത പോരാട്ടം നടക്കുന്നു എന്ന് വിചാരിച്ചിരുന്ന ഒരു സ്ഥലമാണ്. പിന്നെ അടുത്തത് P രാജീവാണ്. P രാജീവിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം മത്സരിക്കുന്ന അത്ര സേഫ് അല്ലാത്തൊരു മണ്ഡലത്തിലാണ്, കളമശ്ശേരിയിലാണ്. ആ മണ്ഡലം കോൺഗ്രസ് സ്വഭാവമുള്ള UDFന് വളരെ അനുകൂലമായിട്ടുള്ള ഒരു മണ്ഡലമാണ്. പക്ഷേ നേരത്തെ നമ്മുടെ പാലാരിവട്ടം അഴിമതി കേസിലൊക്കെ പെട്ടിട്ടുള്ള ഇബ്രാഹിം കുഞ്ഞാണ് മത്സരിച്ചുകൊണ്ടിരുന്നത്. അദ്ദേഹത്തിൻ്റെ മകനായിട്ടുള്ള അബ്ദുൾ ഗഫൂറാണ് അവിടെ മത്സരിച്ചുകൊണ്ടിരുന്നത്. കഴിഞ്ഞ തവണ തന്നെ അദ്ദേഹം തോറ്റത് ആ പാർട്ടിക്കകത്തോ UDFനകത്തോ മുസ്ലിം ലീഗിനകത്തുള്ള ചില പ്രശ്നങ്ങളുടെ പേരിലാണ്. പക്ഷേ P രാജീവോടെ ഇത്തവണ പരാജയപ്പെട്ടു. ഇവിടെ വലിയ മത്സരത്തിനൊടുവിൽ അബ്ദുൾ ഗഫൂർ വിജയിച്ചു എന്നുള്ളതാണ്. പിന്നെ OR കേളുവാണ് മാനന്തവാടിയിൽ പരാജയപ്പെടുമെന്ന് ഏതാണ്ട് ഉറപ്പായിരുന്നു. അതുകൊണ്ട് അദ്ദേഹം പരാജയപ്പെട്ടിരിക്കുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പിന്നെ നേരത്തെ പറഞ്ഞ ആളുകൾ MP രാജേഷാണ്. MP രാജേഷിനെ സംബന്ധിച്ച് അവിടെ പരാജയപ്പെടാൻ സാധ്യതയുള്ള ഒരു രണ്ടാമത് ശിവൻകുട്ടിയെ പോലെ തന്നെ വലിയ മത്സരം നടക്കുന്നു എന്ന് വിചാരിച്ചൊരു മണ്ഡലമാണ്. അവിടെ MP രാജേഷ് പരാജയപ്പെട്ടു. തൃത്താലയിൽ VT ബൽറാം വിജയിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. VT ബൽറാം നേരത്തെ വിജയിച്ചിട്ടുള്ള ഒരാളാണ്. അതുപോലെ ചിഞ്ചുറാണി വളരെ സേഫാണെന്ന് നമ്മൾ വിചാരിച്ചിരുന്നതാണ്. പക്ഷേ ചിഞ്ചുറാണി പരാജയപ്പെട്ടു. R ബിന്ദു സേഫ് അല്ല എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുള്ള ഒരാളാണ്. R ബിന്ദു പരാജയപ്പെടും എന്ന് വിചാരിച്ചിരുന്ന ഒരാളാണ്. പക്ഷേ R ബിന്ദു അവിടെ പരാജയപ്പെട്ടു എന്നുള്ളത് ഉറപ്പാണ്.
പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ കെ എൻ ബാലഗോപാൽ ജയിച്ചിട്ടുണ്ട്, GRL ജയിച്ചിട്ടുണ്ട്. പിന്നെ തോറ്റത് തോക്കുമെന്ന് നമ്മൾ നേരത്തെ തന്നെ ഉറപ്പിച്ചിരുന്ന V അബ്ദുറഹ്മാനാണ്. അബ്ദുറഹ്മാൻ തോറ്റു. ഏറ്റവും ഞെട്ടിക്കുന്ന ഒരു തോൽവി കൂടി ഉണ്ടായിട്ടുള്ളത്, സാധാരണ ഒരിക്കലും പത്തനാപുരത്ത് നിന്ന് KB ഗണേഷ് കുമാറിനെ തോൽപ്പിക്കാൻ കഴിയില്ല എന്ന് വിചാരിച്ചിരുന്നതാണ്. പക്ഷേ അദ്ദേഹവും അവിടെ തോറ്റിരിക്കുന്നു. ഈ സുനാമിയിൽ അദ്ദേഹം തോറ്റു. പിന്നെ വളരെ എളുപ്പത്തിൽ തോൽക്കും എന്ന് വിചാരിച്ചിരുന്ന ഒരാളാണ് കടന്നപ്പള്ളി രാമചന്ദ്രൻ. അദ്ദേഹവും അവിടെ തോറ്റിരിക്കുന്നു. അത്തരത്തിലൊരു ചെറിയ പാർട്ടി തന്നെ ഇല്ലാതായിരിക്കുന്നു എന്നുള്ളതാണ്. പിന്നെ നമുക്കറിയാം മന്ത്രിയായിരുന്ന കൃഷ്ണൻകുട്ടി മത്സരിച്ചിട്ടില്ല എന്നുള്ളത് നമുക്കറിയാം. അടുത്തൊരാളെന്ന് പറയുന്നത് AK ശശീന്ദ്രനാണ്. AK ശശീന്ദ്രന് വളരെ സേഫായിട്ടുള്ളൊരു മണ്ഡലമായിരുന്നു എലത്തൂർ എന്ന് പറയുന്നത്. കോൺഗ്രസ്സുകാർ പോലും ഒട്ടും പ്രതീക്ഷിക്കാഞ്ഞൊരു മണ്ഡലമാണ്. അവിടെ ദിവ്യ ബാലകൃഷ്ണൻ എന്ന് പറയുന്ന KPCCയുടെ ജനറൽ സെക്രട്ടറിയാണ് മത്സരിച്ചത്. ഒരു വനിതയാണ്. അവർ ഒരു അട്ടിമറി തന്നെ നടത്തിക്കൊണ്ട് അവിടെ ജയിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. അതും വലിയ ഭൂരിപക്ഷത്തിന് ജയിച്ചു. കാരണം ഈ തരംഗം അവർക്ക് വലിയ ഗുണമായി എന്നുള്ളതാണ് വിചാരിക്കേണ്ടത്. പിന്നെ ഒരിക്കലും നമ്മൾ തോക്കാൻ സാധ്യതയില്ല എന്ന് വിചാരിച്ചിരുന്ന ഒരാളാണ് റോഷി അഗസ്റ്റിൻ. അതും ഈ കൊടുങ്കാറ്റിൽ കടപുഴകിയിരിക്കുന്നു. അവിടെ റോയ് കെ പൗലോസ് ജയിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇത്തരത്തിൽ ഒരു 13ഓളം വരുന്ന മന്ത്രിമാർ പരാജയത്തിൻ്റെ രുചി അറിയുകയും ബാക്കിയുള്ള മന്ത്രിമാരൊക്കെ തന്നെ വളരെ കഷ്ടി ജയിച്ചു പോവുകയും ചെയ്തു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതിപ്പോൾ KN ബാലഗോപാലാണെങ്കിലും പിണറായി ആണെങ്കിലും ഒക്കെ തന്നെ അദ്ദേഹത്തിന് കിട്ടിയ ഭൂരിപക്ഷത്തിൽ വലിയ 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 കുറവുണ്ടാവുകയും വളരെ ചെറിയ മാർജിനിൽ മാത്രം അദ്ദേഹം ജയിക്കുകയും ചെയ്തു. അതിപ്പോൾ മുഹമ്മദ് റിയാസ് ആണെങ്കിലും കഴിഞ്ഞ തവണ 29,000 ഭൂരിപക്ഷമാണ്, അത്തരത്തിലേക്കൊന്നും എത്തിയില്ല. അപ്പോൾ അതുകൊണ്ട് അത്തരത്തിൽ വലിയൊരു പരാജയം ഇവർക്ക് എല്ലാവർക്കും സംഭവിച്ചിരിക്കുന്നു. LDF മന്ത്രിമാർ ഒന്നടങ്കം തന്നെ പരാജയപ്പെട്ടിരിക്കുന്നു. പ്രതിപക്ഷ നേതാവ് ആരാകും എന്ന് പറയുന്ന ചോദ്യം തന്നെ വലിയ ചോദ്യമായിട്ടുണ്ടായിരുന്നു. സെക്രട്ടേറിയറ്റിൽ നിന്ന് മത്സരിച്ചിട്ടുള്ള ആകെ സജി ചെറിയാൻ മാത്രമാണ് ജയിച്ചിട്ടുള്ളത്. അപ്പോൾ ഇത്തരത്തിൽ KN ബാലഗോപാൽ അദ്ദേഹം സെക്രട്ടേറിയറ്റിലുണ്ടോ എന്ന് എനിക്കറിയില്ല. സെക്രട്ടേറിയറ്റ് ഉണ്ടെന്നാണ് തോന്നുന്നത്. അപ്പോൾ അദ്ദേഹം ഇത്തരത്തിലുള്ള രണ്ടോ പേരൊഴികെ പ്രധാനപ്പെട്ട ആരും തന്നെ ജയിച്ചില്ല. അപ്പോൾ അതുകൊണ്ട് KN ബാലഗോപാൽ ഒരുപക്ഷെ പ്രതിപക്ഷ നേതാവാകും എന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. അമ്പേ പരാജയപ്പെട്ടിരിക്കുകയാണ് LDFിലെ മന്ത്രിമാർ.